വൻ പരിപാടി. ഓ നോ. പരിപാടി കലക്കൻ ആണോ? പഞ്ചായത്ത് മൊത്തം വളഞ്ഞിട്ടുണ്ട് ഇതിന്റെ ചുറ്റിലും. പിടിക്കാനൊന്നുമല്ല, പരിപാടി വൻ ഹിറ്റ്. വീണ്ടും കിച്ചാപ്പ് വന്നിരിക്കുകയാണ്. കുഞ്ഞാപ്പ്. കുഞ്ഞാപ്പ് വന്നിരിക്കുകയാണ്. എങ്ങനെ ഈ പാട്ടൊക്കെ കാണാപ്പാടം പഠിച്ച് ഇത്രയും പാടുന്നത്? ഒരു പേര് വരേക്ക് പറയാൻ പറ്റാനുള്ള കുഞ്ഞാപ്പ്. കുഞ്ഞാപ്പ് പ്രസിഡന്റ് കുഞ്ഞാപ്പ്. അപ്പം കുഞ്ഞാപ്പു സന്തോഷവാനാണ്. ഹാപ്പി ഹാപ്പി. എന്നോട് പറയാതെ തുടങ്ങിയെങ്കിലും ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. ഇവിടെ ഞാൻ ഇപ്പൊ വന്ന എന്താന്ന് വെച്ചാല്, നിങ്ങൾക്ക് വലിയ ചെലവില്ലാത്തതും എന്നാ ഞങ്ങൾ തോന്നിയാസക്കാർക്ക് അത്യാവശ്യം ഗുണമുള്ളതുമായിട്ട് ഒരു കാര്യം പറയാൻ പറ്റും. എന്താണ് കുഞ്ഞാപ്പു? പാർവതി ദേവി വേണമെങ്കിൽ 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് മാറിയുന്നു. ഈ പാർവതി ബാബു എന്തോ ആവട്ടെ. പാർവതിനെ മാറ്റി വെച്ചിട്ട് ഇവിടെ ഒരു പരിപാടിയില്ല. അല്ലല്ല, ബ്രേക്ക് വേണോ വേണമെന്നൊക്കെ ഞാൻ ബ്രേക്ക് കഴിഞ്ഞപ്പോ വന്നേ. ചേട്ടൻ എന്താ, ചേട്ടൻ ഉദ്ദേശം എന്താ, കാര്യം എന്താ? ഒന്നുമില്ല, നിന്നോട്ടെ, കുഴപ്പമില്ല, നിന്നോട്ടെ. ഈ ഓണത്തിനിടയ്ക്ക് ഞാൻ ചെറുതായിട്ട് ഒരു ചെറിയ പുട്ടുകച്ചവടം നടത്താൻ പോവാ. കടയിടാൻ പോവല്ല, പേടിക്കണ്ട. എന്താന്ന് വെച്ചാലേ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് ഞങ്ങൾ തോന്നിയാസക്കാരാ. ഞങ്ങളുടെ പഞ്ചായത്താണ്. ഇവിടെ ഞങ്ങളുടെ കരിക്കിന് ഒരു ബ്രാൻഡ് അംബാസഡർ ഇല്ല. ഇല്ല. പാറുവിന്റെ കരിക്കിന്റെ ബ്രാൻഡ് അംബാസഡർ ഇതല്ല, കഴിവുള്ള സിനിമയിലേക്കുള്ള ആരെങ്കിലും വേണം. ഓ ഓക്കെ. അപ്പൊ അങ്ങനെ പാറുവിന്റെ സിനിമാ നടിയാ. പക്ഷെ പാറുവിന് വലിയ വില കൊടുക്കേണ്ടി വരും. മാത്രമല്ല, കഴിവ് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനം തപ്പി നടന്നപ്പോ നമ്മുടെ ഈ ഫ്ലോറിന്റെ പുറത്ത് കാരവാനിലുണ്ട് ഒരാളിരിക്കണം. ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ ആവാൻ പറ്റിയ ഒരാൾ അവിടെ ഇരിക്കുന്നു. അങ്ങോട്ടൊക്കെ പോയത് ആവശ്യമില്ലാത്ത സ്ഥലത്തേക്കൊക്കെ ഓണ പഠിക്കാൻ പരിപാടി നല്ലതാണല്ലേ നോക്കിയാ പോരെ, എന്തിനാ അങ്ങോട്ടൊക്കെ പോകുന്നത്? എങ്ങനെയും നിങ്ങൾ എല്ലാവരും കൂടെ സംസാരിച്ചിട്ട് പുള്ളി ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ ആക്കി തരാം. ഇല്ല, അത് അതിപ്പം പാറു പറയണം നമ്മളത് ചെയ്യണോ വേണ്ടയോ. ഞാൻ കാല് പിടിക്കാം. കാരണം ഞങ്ങളെ തോന്നിവാസക്കാർക്ക് ഒരു ബ്രാൻഡ് അംബാസഡർ ഇല്ല കരിക്കിന്. എങ്ങനെയും ആ പുള്ളി ആ കാരവാനിൽ ഇരിക്കുന്ന ഏതാ പുള്ളി? അല്ല, പുള്ളി അവിടെ ഒരു പുള്ളി ഇരിപ്പുണ്ട്. ഒരാള് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ഗ്രാൻഡ് ഫിനാലേക്ക് നമ്മൾ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നേക്കാം. അതെങ്ങനെ? കുഞ്ഞാപ്പു, അതായത് ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ നിങ്ങൾ ഇങ്ങനെ ബ്രാൻഡ് അംബാസഡർ ആക്കാന്നൊക്കെ പറഞ്ഞാൽ കരിക്കിന്റെ ഒക്കെ അത് നമ്മള് കരിക്കൊന്നും കൊച്ചാക്കി കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്ന ഒരാളെ നമുക്ക് എങ്ങനെ അങ്ങനെ നിങ്ങൾ ആക്കി തരണ്ട. നിങ്ങളൊന്ന് സംസാരിച്ചാൽ മതി, ബാക്കി ഞാൻ ആയിക്കോളാം പ്ലീസ്. അല്ല, അത് പാറു പറയട്ടെ എന്താ ചെയ്യേണ്ടത്. ഒന്ന് സമ്മതിച്ചാ പ്ലീസ്. എനിക്കെന്താ നേരത്തെ കഴിവില്ലെന്നോ? കഴിവ് കുറെ കഴിവുണ്ട്. കഴിവ് കൂടിപ്പോയി, കഴിവേറി. അല്ല, ഏറിപ്പോയ കഴിവ്, ഏറിപ്പോയ ഒരാൾ, കൂടിപ്പോയ ഒരാൾ. ഒന്ന് അക്സെപ്റ്റ് ചെയ്യ പ്ലീസ്. ഞാൻ ആലോചിക്കട്ടെ, കുറച്ചൊക്കെ മാറി. അപ്പൊ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഒന്ന് വന്നാ ഒന്ന് സെറ്റ് ആക്കി തരണേ. നോക്കാം. പാറു പറഞ്ഞാൽ നമ്മള് ഓക്കെ അടിക്കും. എന്തൊരാശ്വാസം. അപ്പൊ എന്തായാലും കഴിവുള്ള ആ പ്രസിഡന്റ് കുഞ്ഞാപ്പ് പറഞ്ഞ കാരവനിലിരിക്കുന്ന നമ്മളുടെ ആ സ്പെഷ്യൽ ഗസ്റ്റ് ആരാന്ന് അറിയണ്ടേ? ഒരുപാട് പേര് വന്നു പോയി. ഗ്രാൻഡ് ഫിനാലേക്ക് ഗ്രാൻഡ് ആയിട്ടൊരു ഗസ്റ്റിനെ കൊണ്ടുവരണമെന്നായിരുന്നു നമ്മുടെ തീരുമാനം. ഞങ്ങളുടെ ഇറക്കാണ് മലയാളം സിനിമയിലെ യുവ നടൻ, നമ്മളുടെ ഒക്കെ ഫേവറേറ്റ്, ഒരുപാട് കിടിലൻ ക്യാരക്ടേഴ്സ് ചെയ്ത നമ്മുടെ സ്വന്തം ആസിഫിക്ക. സൂപ്പർ സ്റ്റാറിന്റെ ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് ആസിഫ് അലിനെ ഞാൻ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. പിന്നെന്തേ എന്തേ മുല്ലേ കന്നിവേയിൽ വന്നേ ചാരേ, പിന്നെന്തേ ഓമൽ ചുണ്ടിൽ പുഞ്ചിരിത്തേൻ പെയ്തിലെന്തേ, കണ്ണോട് കാവലായി കസ്തൂരി തെന്നലില്ലേ, കുഞ്ഞു കുറുമ്പോളവുമായി കൂടെ ഞാനും ഇല്ലേ.
സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ഫിനാലെ. താങ്ക് യു പാർവതി. പക്ഷെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഗ്രാൻഡ് ഫിനാലിൽ വരിക എന്ന് പറയുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എനർജിയും അത് വിൻ ചെയ്യുമോ എന്നുള്ള ടെൻഷനും അത് വിൻ ചെയ്യുമ്പോഴുള്ള സന്തോഷവും ഇൻ കേസ് അത് വിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവരെടുക്കുന്ന ആ സ്പോർട്സ്മാൻ സ്പിരിറ്റും അവർക്ക് കിട്ടുന്ന സപ്പോർട്ടും ഒക്കെ നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏതൊരു കലാകാരന്റെയും ഭയങ്കര വലിയൊരു എന്താ പറയാ ഒരു കൃത്യമായ ഒരു പ്ലേസിംഗ് ആണ്. അതെ, ആസിഫിക്കൊക്കെ എനിക്ക് തോന്നുന്നു അമൃത TV ഒരു പുതിയൊരു വേദിയല്ല അല്ലേ? മുന്നേ ആസിഫിക്ക വന്നിട്ടുണ്ട്. ആ ഒരു മെമ്മറി നമ്മളോടൊന്ന് ഷെയർ ചെയ്യോ? എനിക്ക് ആദ്യം പറയുകയാണെങ്കിൽ സൂപ്പർ സ്റ്റാറിനെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങണം. കാര്യം ഇതുപോലൊരു ഗ്രാൻഡ് ഫിനാലേക്ക് കുത്തിയിരുന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ജോബും അതിനുണ്ടാക്കിയ ഒരു ഇമ്പാക്ട്, പ്രത്യേകിച്ച് മലയാളം ടെലിവിഷൻ ആ ഒരു സമയത്ത് ആദ്യമായിട്ട് വരുന്നൊരു റിയാലിറ്റി ഷോ. അവര് സെലക്ട് ചെയ്ത പാട്ടുകള് ഇപ്പോഴും അന്ന് കേട്ട പല പാട്ടുകളും ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ആ പെർഫോമൻസസ് കൂടെയായിരുന്നു. താനേ തിരിഞ്ഞും ഞാൻ എനിക്കുള്ള പണി ഞാൻ തന്നെ ചോദിച്ചു. ഞാൻ ആ പാട്ട് പണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ആ പാട്ട് ഭയങ്കരമായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടത് ശരിക്കും ആ പെർഫോമൻസിനടുത്ത് ജോബോ സംഗീതം ആരോ ഒരാൾ പാടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു. പിന്നെ ബെസ്റ്റ് ആക്ടർ അമൃത TV ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഓഡിഷന് പോയിട്ട് സെലക്ട് ചെയ്തില്ല സർത്തിട ഞങ്ങള്. റിയാലിറ്റി അതിന്റെ ഫസ്റ്റ് സീസൺ ഓഡിഷന് പോയ ഞങ്ങൾ ഇപ്പൊ മലയാള സിനിമയിലുള്ള 2-3 പേരുണ്ടായിരുന്നു. ഞാൻ അന്ന് അവിടെ വെച്ച് ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു എന്റെ ഓഡിഷൻ ഞാൻ പങ്കെടുത്തത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി അന്ന് എന്നെ സെലക്ട് ചെയ്തില്ല. ഇല്ല ആസിഫേ, നമ്മുടെ ഗാനഗന്ധർവൻ ആദ്യമായിട്ട് ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷൻ ഓഡിഷന് പോയിട്ട് മഹാവൃത്തികെട്ട ശബ്ദം എന്ന് പറഞ്ഞ് അടിച്ചോടിച്ച ആളാണ്. അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ ആസിഫ്. അപ്പൊ എനിക്ക് ഇന്റർവ്യൂല് പറയാൻ എന്തെങ്കിലും പക്ഷെ ആസിഫിക്ക സോ പ്രൗഡ്. ഇന്ന് എന്താണല്ലേ ബെസ്റ്റ് ആക്ടർ അവാർഡ്സ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആസിഫിക്ക. എന്തായാലും എനിക്ക് തോന്നുന്നു ആസിഫിക്ക് ഒരുപാട് നല്ല പാട്ടുകളുള്ള സിനിമയിൽ അഭിനയിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പാട്ടിനോടുള്ള ഇഷ്ടങ്ങളൊക്കെ എങ്ങനെയാ? എപ്പോഴും പാട്ട് കേൾക്കാറുണ്ടോ? പിന്നെ എപ്പോഴും എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ് എൻ്റെ മൂഡ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് ഒച്ചയും ബഹളമൊക്കെ ഉള്ള കുറച്ച് ഹാപ്പി ആയിട്ട് എനർജി തരാൻ പറ്റിയ സോങ് വേണം. കിടക്കാൻ പോകുമ്പോൾ കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള സോങ്സ് വേണം. ഇപ്പോൾ ലൊക്കേഷനിലാണെങ്കിലും ഷോട്ടിന് പോകുകയാണെങ്കിലും ഒരു ഷോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മുടെ മൂഡ് സെറ്റ് ചെയ്ത് തരുന്നത് നല്ല പാട്ടുകളാണ്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ മലയാളി പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് സത്യേട്ടൻ്റെ പടത്തിൽ ഞാനും മമതയും കൂടെ അഭിനയിച്ച ഒരു പാട്ടുണ്ട്, ആരോ പാടുന്നു ദൂരെ എന്ന് പറഞ്ഞ്. ആ പാട്ടാണ് ശരിക്കും എന്നെ അന്ന് ഞാൻ പല വേദിയിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരത്തേട്ട, ഞാൻ അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴാണ് ഈ പാട്ട് ആദ്യമായിട്ട് ഞാൻ അതെ ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കും. അപ്പം ഞാൻ ചെന്നിങ്ങനെ ആദ്യം കേൾക്കുന്നത് ചിത്ര ചേച്ചി പാടി തുടങ്ങുന്നു. അപ്പൊ ഞാൻ ചിത്ര ചേച്ചിയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഫീമെയിൽ വോയിസ് കേട്ടു. മെയിൽ വോയിസ് കേൾക്കാൻ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഞാൻ നിൽക്കുമ്പോഴാണ് ഹരിഹരൻ സാറിന്റെ ശബ്ദം കേൾക്കുന്നത്. എന്റെ അല്ലെ ശരത്തേട്ട, ആ പാട്ട് കേട്ട് പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എനിക്ക് വേണ്ടി ഹരിഹരൻ സാറിന്റെ വോക്കലിൽ ഒരു പാട്ട് കിട്ടുക എന്ന് പറയുന്നത് അത് എന്റെ കരിയറിലെ 2ാമത്തെ സിനിമയില് അതൊരു വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. എഗെയിൻ ഇളയരാജ സാറിന്റെ മ്യൂസിക്. രാജാ സാറിനെ കുറിച്ച് നമ്മൾ പറയാത്തൊരു ദിവസം പോലും ആസിഫിക്ക നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ഒരു ഫ്ലോറില്. ഓക്കെ, അപ്പോ ആസിഫിക്ക ഇപ്പൊ എത്തിയ സ്ഥിതിക്ക് ഇതിനു മുന്നേ കുറെ സിനിമയിൽ അഭിനയിച്ചൊരു നായകൻ എത്തിയിരുന്നു. ഓഹോ, അങ്ങോട്ട് നോക്കൂ, കുറെ സിനിമകളിൽ. ഹായ് ധ്യാൻ ചേട്ടാ, ആസിഫിക്ക വന്നേക്കുന്നു. ആരാണ് ഞങ്ങൾ ഇടക്കിടെ കാണുന്ന? അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇങ്ങനെ ഒരു മ്യൂസിക് ഗ്രാൻഡ് ഫിനാലേക്ക് ജഡ്ജായിട്ട് കൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. എന്റെ കുറച്ചു നേരം എന്റെ പാട്ട് നിങ്ങൾ കാണണമായിരുന്നു. ഓ അത് ശരി. അതാണ് ഞാൻ 4 മണിക്ക് ഇറങ്ങട്ടെ എന്ന് വെച്ചപ്പോ വേണ്ട 5 മണിക്ക് ഇറങ്ങാൻ 1 മണിക്കൂർ പോയി. അല്ല, വന്നപ്പോ ഒരു പാട്ട് പാടി, പിന്നെ കുറെ സംഗതികളുള്ള പാട്ട് പാടി, അതിൽ അഭിനയിച്ചു, കുറെ പരിപാടികൾ ചെയ്തിട്ടാണ് ഇവിടെ വന്നിരുന്ന നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യായിക്കോ. വളരെ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുടുംബമാണ് അവരുടെ. അവരെന്തും ചെയ്യും. അല്ല, എന്തായാലും ധ്യാൻ ചേട്ടൻ വന്നപ്പോ 2 പേര് പാടി. ആസിഫിക്ക പ്ലീസ്. ഇല്ല, ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു സമയത്ത് ഞാൻ പാടാം. ആണോ? ഇവിടെ പാടും? ഇവിടെ പാടും ഉറപ്പായിട്ടും. നോക്കാം. ഓക്കേ, പാട്. എന്റെ പൊന്നേട്ടാ, ചേട്ടന്റെ ഫ്രണ്ടിൽ നിന്ന് പാടാനുള്ള ധൈര്യം എനിക്കില്ല. ധ്യാൻ ചേട്ടൻ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ. സ്ഥിരം പാടുന്ന പാട്ട് പാടും, മറ്റേ കയ്യടി പഠിക്കണ പാട്ട്. ഞാൻ വിനീത് ശ്രീനിവാസനെ ആദ്യമായിട്ട് നേരിട്ട് കണ്ടപ്പോൾ നേരിട്ട് പോയി കെട്ടിപ്പിടിച്ച് പറഞ്ഞാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വിനീതിന്റെ ആദ്യത്തെ പാട്ടാണ്. പാടട്ടെ?
ഓക്കെ കസവിന്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മുഞ്ചത്തി കൂന്താലി പുഴയൊരു വമ്പത്തി അവളുടെ മുന്നും പിന്നും കണ്ടു കൊതിച്ചവർ മെഹറും കൊണ്ട് നടന്നവർ കൂനി കൂടി താടി വളർത്തി കയറൂരി പാഞ്ഞോറന്നി പഹയത്തി കൂന്താലി പുഴയൊരു വമ്പത്തി കൂന്താലി പുഴയൊരു വമ്പത്തി. Oh, I'm so honored. I'm so honored. Thank you so much. ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള കേരളത്തിലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം കുട്ടികൾ പെർഫോം ചെയ്യുന്ന ഒരു ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജിൽ വന്ന് നിന്ന് പാടാൻ പറ്റിയത് വലിയൊരു അംഗീകാരമായിട്ട് കാണുന്നു. താങ്ക് യു സോ മച്ച്. അത് കേൾക്കാൻ പറ്റിയ ഞങ്ങൾക്കും സൂപ്പർ. സോ honored. ആസിഫേ, ഹായ് ചേട്ടാ. കുറേ ഇഷ്ടമാണ്. അതെന്ത് പാറു, എനിക്ക് പ്രത്യേകിച്ച് യാതൊരു കണക്റ്റും ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. എന്നാലും എനിക്ക് ഞാൻ ഷാൻ്റെ അടുത്ത് പറയാമായിരുന്നു, എനിക്ക് അവനെ വലിയ ഇഷ്ടമാണ്. എപ്പം കണ്ടാലും ആ സ്നേഹവും. പിന്നെ ഇപ്പം മെലിഞ്ഞിപ്പോൾ ഏതായത് ചിക്ക് ബുക്കോ, ആ ഫിലിമിന്റെ പേരാണ് ടിക്കി ടക്ക. ആ ടിക്കി ടക്ക. അത് എന്റെ മനസ്സിൽ അങ്ങനെ നമ്മള് ചെന്നൈന്ന് ലാസ്റ്റ് കണ്ടത് ഒരു റെസ്റ്റോറന്റിന്റെ പുറത്തല്ലേ കേട്ടോ. അതെ. ഇപ്പൊ അങ്ങനെ ഒന്നും പോവാൻ പറ്റുന്നില്ല, മെലിയണം. എന്തെങ്കിലും കണ്ടതിൽ കുറേ സന്തോഷം. പുതിയ പുതിയ ഫിലിം എല്ലാം ഞാൻ കാണുന്നുണ്ട്, ഞാൻ ഫാമിലിയോടെ പോയി കാണുന്നുണ്ട്. വെരി ഗുഡ്. ഇപ്പൊ അസാധ്യമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, അതുള്ളത് കാര്യം പറയാമല്ലോ. ഓക്കെ ഷാനിക്ക. ഹായ് ആസി. ഹായ് ഷാൻ. എനിക്ക് ആസിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ആക്ച്വലി ഞങ്ങളൊക്കെ ഒരുമിച്ച് ഫീൽഡിൽ വന്ന ആളുകളാണ്. ഒരു സമയത്ത് ആസി ആങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ടി വിയിൽ ആൽബംസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് നമ്മുടെ രണ്ടുപേരുടെയും ഓൾമോസ്റ്റ് ഫസ്റ്റ് മൂവീസ് റിലീസാവുന്നത് ഒരുമിച്ചാണ്. ഒരു സമയത്ത് മലർവാടി ഇറങ്ങുമ്പോൾ ഇപ്പുറത്ത് ഋതു ഇറങ്ങുന്നു. അപ്പോൾ അങ്ങനെ എനിക്കും നമ്മുടെ ജേർണി മോർ ഓർ ലെസ് സിമിലർ ആയിരുന്നു. അത് ഒരുമിച്ച് വന്നത് കുഞ്ഞൽതോലായിരുന്നു. അതെ. ആൻഡ് അത് ദാറ്റ് വാസ് വൺ ബ്യൂട്ടിഫുൾ മൂവി. ആൻഡ് ഞാൻ പറഞ്ഞില്ല, അത് ആ ഒരു അത്രയും വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയം എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എവിടെ വെച്ചാണോ നിർത്തിയത് അവിടുന്ന് തിരിച്ച് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസി, സോ പ്രൗഡ് ഓഫ് യു മാൻ. സോ പ്രൗഡ് ഓഫ് ഓൾ ദ മൂവീസ് ദാറ്റ് യു ഡൂയിങ്, യുവർ വർക്ക്, എവറിത്തിങ്. And welcome to Superstar Grand Finale. Thank you. Thank you for coming, man. മഞ്ജരി ചേച്ചി. ആസിഫ്, നമ്മൾ പല വേദികളിലും കണ്ടിട്ടുണ്ട്. പക്ഷെ ഐ തിങ്ക് സൂപ്പർ സ്റ്റാറിന്റെ ഈ ഒരു ഫാമിലിയിൽ കുറച്ചു നേരം ഇരുന്ന് പാട്ടൊക്കെ കേട്ട് ഒരു കുടുംബം പോലെ മുന്നോട്ട് പോവാം. സോ ഐ എം റിയലി എക്സൈറ്റഡ്. അത് മാത്രമല്ല, യു ഹാവ് എ വണ്ടർഫുൾ വോയിസ്. ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ആസിഫിന്റെ വോയിസ് ഇസ് ഫാന്റാസ്റ്റിക്. അത് മൂവീസിൽ കൊടുക്കുന്ന വോയിസ്, ഡബിങ്ങിലായാലും നിങ്ങളുടെ വോയിസ് സിംഗിങ്ങിലായാലും ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. ഞാനൊരു വോയിസിൻ്റെ ഫാനാണ്. അപ്പം ഞാൻ കൂടുതൽ എനിക്ക് ഫസ്റ്റ് എൻ്റെ ശ്രദ്ധ പോകുന്നത് ഒരാളുടെ വോയിസിലേക്കാണ്. അപ്പം യു ഹാവ് എ ഫാന്റാസ്റ്റിക് വോയിസ്. അപ്പം ഇന്ന് പാട്ടും കൂടെ പാടിയപ്പോഴത്തേക്ക് അതിമധുരമായിരുന്നു. സൂപ്പർ. അല്ല, ആസിഫ് എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. അപ്പം യു ലുക്ക് വെരി ഹാൻസം. അത് പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ല, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ